ആലോചിച്ച് നോക്ക് നിങ്ങൾ. വേറൊന്നും നേർച്ചയില്ല. ബഹുമാനപ്പെട്ടവർ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ പുകഴ്ത്തുകയാണ്. ومنذ ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزمي. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുർഉദ്ദയിൽ തന്നെ വരികളാണ് പഠിപ്പിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് ചെയ്യാൻ നേർച്ച നേർന്ന്, അവരെ പുകഴ്ത്തി പാടാൻ നേർച്ച നേർന്ന് ഞാൻ അങ്ങനെ അറബി കവിതകൾ എഴുതിയിരിക്കുമ്പോ ഒരിക്കൽ സ്വപ്നത്തിൽ അതാ റസൂലുള്ളാഹിയെ നേരെ കാണുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ശരീരത്തിലൊന്ന് തടവുകയാണ്. മാഷാ അല്ലാഹ്. ومنذ ألزمت أفكاري مدائحه رسول الله ഞാൻ മദ്ഹ് ചെയ്യാമെന്ന് എന്നെ മനസ്സിനിരുത്തി ഉറപ്പിച്ച് അതിനുവേണ്ടി ഞാനൊന്ന് ഇറങ്ങി തിരിച്ചപ്പോ വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി. എന്റെ ശരീരത്തിൽ ബാധിച്ചിരുന്നതായ പ്രയാസങ്ങൾ, എന്റെ ശരീരത്തിൽ ബാധിച്ചിരുന്ന പക്ഷാഘാതം, എന്നെ തളർത്തിക്കടത്തിയിരുന്നതായ തളർവാദം, അത് പരിപൂർണമായി ഒഴിവായി ഞാൻ ഉന്മേഷവാനായി തീർന്നു എന്ന് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടി പുകഴ്ത്തി അവസാനം എന്റെ രോഗം പരിപൂർണമായി മാറിയെന്ന് ആര് പറയാൻ? ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് പരിശുദ്ധമായ ബുർഉദ്ദയിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ വരികൾ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇരുന്നിട്ട് പറയുന്നതൊന്നും പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി തറക്കരുത്. നമ്മുടെ ഉസ്താദുമാരൊന്നും വെറുതെ അല്ല നമ്മളെ മൗലിദ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന സദസ്സുകൾ ഇരിക്കുക എന്ന് പഠിപ്പിച്ചത് വെറുതെ അല്ല. അതിനൊക്കെ വലിയ പുണ്യമാണ്, ചെറുസാരകാരിയല്ല. ഇമാം മുഹമ്മദ് ബുസീരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്നത് പരിശുദ്ധമായ ഈജിപ്തിന്റെ മണ്ണിലാണ്. അലക്സാണ്ടറിയ എന്ന് പറയുന്ന നഗരത്തിലാണ്. വലിയ നഗരമാണ് അലക്സാണ്ടറിയ. വലിയ കടലിന്റെ പരിസരത്തുള്ള വിശാലമായ നഗരമാണ്. അൽഹംദുലില്ലാഹ് പല പ്രാവശ്യവും പോകാനും സിയാറത്ത് ചെയ്യാനും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വിനീതന് സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അവിടെ പോകാനും സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. ഞാൻ ഈ വരികൾ അവരുടെ ചാരത്ത് നിന്നുകൊണ്ട് ഉറക്കെ പാടിയിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ. അതിന്റെ അവസാന ഭാഗമാണല്ലോ യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി വലൻ യളിഖ റസൂലല്ലാഹി ജാഹുക ബി إذا الكريم تجلى باسم منتقم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم. എത്ര അർത്ഥവത്തായ വരികളാണ്. അതിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മനസ്സ് അതുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതുവരെ ശ്രദ്ധ ചെലുത്താത്ത ആളുകൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചോളി. ഈ റബീഉൽ അവൽ മാസം 1 മുതൽക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോ 3-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു, കാലൂന്നിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇശാ മഗ്‌രിബിനിടയിൽ നമ്മുടെ പള്ളികളിൽ ഓതുന്ന മങ്കൂസ് മൗലിദിന്റെ ആ മനോഹരമായ സദസ്സുകളിൽ പങ്കെടുക്കാൻ അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറപ്പായും മാറ്റം ഉണ്ടാവും. മൗലിദ് പറഞ്ഞാൽ നിസ്സാരമല്ല. അതുകൊണ്ട് അതിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ,
അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ. കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശർഹു ശമാഇൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതായ മനോഹരമായ കാര്യങ്ങളെ ബഹുമാനപ്പെട്ടതാകുന്ന മർഹൂം ശൈഖുന തഅ്വ ഉസ്താദ് അവിടെ തൽമവാഹിബുൽ ജലിയയിലൂടെ മനോഹരമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ മദ്ഹ് ചൊല്ലുന്ന ഏതൊരു വീടുണ്ടോ, ഏതൊരു വ്യക്തിയുണ്ടോ, അവനൊരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷണമാണ്. ഏതെല്ലാം മുസീബത്ത് നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നീ ജീവിക്കേണ്ടി വന്നാലും നിന്റെ വീട്ടിലോ, നിന്റെ കുടുംബങ്ങളിലോ, നിന്റെ മക്കളിലോ, നിന്റെ സന്താന പരമ്പരകളിലോ ഒരു നിലയ്ക്കുമുള്ള വിപത്തുകൾ അല്ലാഹു നൽകുകയില്ല കേട്ടോ. കാരണം നീ റസൂലുള്ളാഹിയെ ഇഷ്ടം വെക്കുന്നവനാണ്, അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമിക്കുന്നവനാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് നീ ചൊല്ലുന്നവനാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുള്ളതായ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള ഗദ്യപദ്യ സമ്മിശ്രമായ മൗലിദിന്റെ മനോഹരമാക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നവരെ ദാരിദ്ര്യ നിർമാർജനം ഉണ്ടാകമേ. എല്ലാവിധ ഫിത്ന ഫസാദുകളിൽ നിന്ന് കാവൽ ലഭിക്കുമേ. കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് കാവൽ ലഭിക്കുമേ. അസൂയാലുക്കളുടെ അസൂയെ തൊട്ട് കാവൽ ലഭിക്കുമേ. മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് നിനക്കും കുടുംബത്തിനും കാവലാണ്, കാവലാ.